ഈ 2015 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വെൽഫെയർ പാർട്ടിയും ഇടതുപക്ഷവുമായിട്ടാണ് ധാരണ. ഈ അനിൽകുമാർ സഖാവ് അന്ന് പാർട്ടിയിൽ ഇല്ലെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി നേതാക്കളോട് ചോദിക്കണം. അന്തരിച്ച CPM-ൻ്റെ അന്നത്തെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അനിൽകുമാർ സഖാവിനേക്കാൾ വലിയ നേതാവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹവും ഞങ്ങളും തമ്മിലാണ് ചർച്ച. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. മുഖാമുഖം ചർച്ച. AKG സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള സഖാവിൻ്റെ ഫ്ലാറ്റിൽ, പിന്നീട് AKG സെൻറ്ററിൽ, ശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, ഇവിടെ എല്ലാം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി CPM സഹകരണം ഉണ്ടാകുന്നത്. അന്ന് ആലപ്പുഴയിൽ, ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്, ആ തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി സഖാവ് G. സുധാകരൻ്റെ വീട്ടിൽ ചർച്ച നടക്കുകയും അവിടെ നിന്ന് വീണ്ടും സജി ചെറിയാൻ അന്ന് ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ ധാരണ രൂപപ്പെടുത്തുന്നത്. അരൂക്കുറ്റി, പാണാവള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിൽ സഹകരിച്ചു മത്സരിച്ചു, ഒരുമിച്ച് ഭരിച്ചു, അവിടെ മുന്നോട്ട് പോയി. മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ 23 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലാണ് CPM വെൽഫെയർ പാർട്ടി ധാരണ. കോഴിക്കോട് ജില്ലയിൽ 12 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ധാരണ. പാലക്കാട് ജില്ലയിൽ, അതേപോലെ കേരളത്തിലെ കണ്ണൂരിൽ, ഇവിടങ്ങളിലെല്ലാം ധാരണ. സഖാവ് ഒന്ന് ചോദിച്ച്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയുണ്ടോ? ഞങ്ങൾ മത്സരിച്ച സ്ഥലത്ത്, ഞങ്ങൾ ജയിച്ച സ്ഥലത്ത് CPM-നും ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? അവിടുത്തെ CPM-മാർ ആർക്കാണ് വോട്ട് ചെയ്തത്? എൻ്റെ അനിൽകുമാർ സഖാവേ, ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയുന്ന, ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന വ്യക്തമായ ഡാറ്റകൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു ദിവസം ഇവിടെ എല്ലാം ഇരുട്ടാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കിട്ടില്ല. നിങ്ങളുടെ അവസരവാദ രാഷ്ട്രീയമാണ്. നിങ്ങളുടെ കൂടെ നിന്നാൽ അവർക്ക് എന്തു പരിവേഷവും നിങ്ങൾ നൽകും. നിങ്ങളിപ്പോൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ അതിൻ്റെ സംസാരിക്കേണ്ട ഒരാളല്ല, ഞാൻ പാർട്ടിയെ പ്രതികരിച്ച് വന്ന ഒരാളാണ്. നിങ്ങൾ ഒരു ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നിങ്ങളുടെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് അന്തർദേശീയ നിലപാടുള്ള വലിയ മഹത്വമുള്ള പ്രസ്ഥാനം, അവർ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾ പിന്തുണ പിൻവലിക്കുമ്പോഴേക്കും തീവ്രവാദം. PDP-യെക്കുറിച്ച് നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞു അവർ തീവ്രവാദമാണ്, കുഴപ്പക്കാരാണ്. PDP നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ നിങ്ങൾ അവർക്ക് മഹത്വം നൽകുന്നു. ഹിന്ദു മഹാസഭ നിങ്ങൾക്ക് ഇപ്പോൾ പിന്തുണ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുവരെയും അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആദ്യം പറഞ്ഞു അങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ വീഡിയോ അടക്കമുള്ള തെളിവുകൾ വരും. അപ്പം നിങ്ങളുടെ നയം അവസരവാദമാണ്. അതിന് കാശ്മീരും തരിഗാമിയൊന്നും പറയാൻ പോകേണ്ട സഖാവേ. ഈ കേരളത്തിൽ നിന്ന് സംസാരിക്കേ. നമ്മളും നിങ്ങളും തമ്മിൽ ധാരണയിൽ മത്സരിച്ച് ഒരുമിച്ച് ഭരിച്ച എത്ര തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങളുടെ പ്രസിഡന്റ്, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, കൂട്ടിലങ്ങാടി ഭരിച്ചില്ലേ നമ്മൾ? എന്തെല്ലാം എവിടെല്ലാം, കാരശ്ശേരി ഭരിച്ചില്ലേ, കൊടിയത്തൂർ ഭരിച്ചില്ലേ, മുക്കം മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിച്ചില്ലേ, അരൂക്കുറ്റി ഭരിച്ചില്ലേ, എത്ര തദ്ദേശ സ്ഥാപനങ്ങളിൽ. അപ്പോൾ ഈ സഖാക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നോ? അത് വേറെ ഏതോ പാർട്ടിയായിരുന്നോ? അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഈ അവസരവാദം, നിങ്ങൾക്ക് രാഷ്ട്രീയം പറയൂ. ഒരു പാർട്ടി ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, PDP പിന്തുണ പ്രഖ്യാപിച്ചു, ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. അവർക്ക് അവരുടേതായ കാരണത്താൽ LDF-നെ പിന്തുണക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണത്താൽ UDF-നെ പിന്തുണക്കാം. ഞങ്ങളൊരു കാലത്ത് ഞങ്ങളുടെ കാരണങ്ങളാൽ നിങ്ങളെ പിന്തുണച്ചതാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടൂ. അതിനു പകരം സമുദായം തിരിച്ച്, മതം തിരിച്ച്, വിഭാഗീയതയുണ്ടാക്കി, ധ്രുവീകരണവും സംഘർഷവും ഉണ്ടാക്കി അതിലൂടെ വോട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വോട്ട് BJP കൊണ്ടുപോകും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ധ്രുവീകരണത്തിൻ്റെ ഗുണഫലം BJP-ക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് സഖാവെ മനസ്സിലാക്കൂ.